ഒന്നിനും നിങ്ങളുടെ രോമത്തെ പോലും തൊടാൻ പറ്റൂല. രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഒന്നും ഫ്രീ അല്ല. നോ there is no free meal. അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. If you want something, go hunt it. And if you are going to hunt, get ready to play. മാത്സ് എക്സാം കഴിഞ്ഞു. ഭയങ്കര പ്രതീക്ഷയൊക്കെ ആയിരുന്നു. ഇതുവരെ എഴുതിയതിനെക്കാട്ടിലും ഒക്കെ അടിപൊളിയാവുന്നു, ഒക്കെ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. ഇപ്പൊ എന്താ നിങ്ങളുടെ അവസ്ഥ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ദയവ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാം. യെസ്, ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്ത്. ശരിക്കും ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാൻ, ഞാൻ കുറച്ച് വിഷമത്തിൽ തന്നെയാണ് ആക്ച്വലി നിൽക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക്. 8ാം ക്ലാസ്സിൽ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാരും 8ാം ക്ലാസ്സിൽ അത്ര വൈപ്പന്മാരൊന്നും ആയിരിക്കില്ല. വലിയ കുഴപ്പമില്ലാണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എന്താണ് ഇത്രയും ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ടുണ്ടാവും. പിന്നെ 9ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരം ഉണ്ടാ. ഒന്നാമത്തെ കാര്യം, 8ാം ക്ലാസ്സിൽ നമ്മൾ വെറും 40 മാർക്കിനെ എക്സാം എഴുതിയിട്ടുള്ളൂ മാത്സ് എഴുതിയത്. അതേ നമ്മളിപ്പോൾ 80 നേരെ ഡബിൾ മാർക്കിന് എഴുതാണ്. ആൻഡ് 80 എഴുതുന്ന ആദ്യത്തെ എക്സാം ആയിരുന്നു നിങ്ങളുടെ ആദ്യത്തെ മാത്സ് എക്സാം ആയിരുന്നു ഇന്ന് കഴിഞ്ഞത്. ഉറപ്പായിട്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഇതൊരു എക്സ്ക്യൂസ് ആയി എടുത്തിട്ട് ഓക്കെ 80 ആയതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പഴിചാരി മുന്നോട്ട് പോകാനല്ല. 80 ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മേ ബി ലേശമെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത് എക്സാം പാറ്റേൺ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പക്ഷെ അത് മാറുമെന്ന് നേരത്തെ നമ്മളെടുത്ത് ഇൻഫോംഡ് ആയിരുന്നു. നമുക്ക് കഴിഞ്ഞ തവണ ടെക്സ്റ്റ് മാറിയിട്ടേ ഉള്ളൂ, മൊത്തത്തിൽ കാര്യങ്ങൾ ടൈറ്റ് ആക്കിയതാണ്, ആർക്കും വെറുതെ മാർക്ക് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ. ഇത് സർക്കാർ ഇങ്ങനെ വിളിച്ചോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതൊരു ലാഘവത്തിൽ എടുത്തു പോയിട്ടുണ്ടോ? ഇതുവരെ ജയിച്ചു വന്ന പോലെ ഇനിയും ഞാൻ ജയിച്ചങ്ങ് പോവും, ഒരു ഫ്ലോയിൽ അങ്ങ് പോവും എന്നുള്ള ഒരു തോട്ട് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ചെറുതായിട്ടെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ വർഷമൊക്കെ 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് പല പ്രശ്നങ്ങളുണ്ടായി. ടൈം ടേബിളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും ഒരുപാട് ഇഷ്യൂ ഉണ്ടായപ്പോൾ എഡ്യൂപോർട്ടിലെ എല്ലാ അധ്യാപകരും, ഞാൻ ഉൾപ്പെടെ എല്ലാ അധ്യാപകരും കുട്ടികളുടെ സൈഡിൽ നിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിൽക്കാനുള്ള പോയിന്റ്സ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നേരത്തെ ഇൻഫോംഡ് ആയിരുന്നു. ഇത് ടൈറ്റ് ആക്കുന്നുള്ളത്, ടെക്സ്റ്റ് മാറുന്നത്, പാറ്റേൺ മാറുന്നത്, ഇതൊക്കെ ഇൻഫോംഡ് ആയിരുന്നു. ഒരാൾ പലതവണ വീണ്ടും വാർണിംഗ് തന്നിട്ടും അത് മുഖപുരക്ക് എടുക്കാതിരുന്ന നമ്മളുടെ കയ്യിലല്ലേ ശരിക്കും പ്രശ്നമുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിക്കും. ഞാനിത് ഇത് അങ്ങ് പോവും എന്ന് വിചാരിച്ച് പോയോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, നിങ്ങളോട് തന്നെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. അതായത് ഞാൻ എൻ്റെ മാക്സിമം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഒരിക്കലും സ്വന്തത്തെ പറ്റിക്കരുത്, നിങ്ങൾക്ക് ആരെയും പറ്റിക്കരുത്, നിങ്ങളെ പറ്റിക്കരുത്. സ്വന്തം ചോദിക്കുക, ഞാൻ എൻ്റെ മാക്സിമം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തോ? നിങ്ങളുടെ ഉത്തരം യെസ് സാർ ഞാൻ ട്രൈ ചെയ്തു എന്നിട്ടും എനിക്ക് കിട്ടായിട്ടാണ് എന്നാണെങ്കിൽ നമുക്ക് അതിനുള്ള വഴി അല്ലെങ്കിൽ എന്താണ് സൊല്യൂഷൻ എന്ന് ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. മറിച്ച് ഞാൻ സാറേ അത്രത്തോളം കാര്യമാക്കിയിട്ട് എടുത്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും സീരിയസ് ആയി തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്താ കാര്യങ്ങൾ ടഫാവും. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുട്ടികളോട് പറയുന്നു ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ ബോധം വന്നാൽ പോലും നമുക്ക് ഫുൾ A+ എത്താന്ന്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നുമല്ല. നിലവിൽ തന്നെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇപ്പം നിങ്ങൾ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഒരൊറ്റ കാര്യം ആലോചിക്കുന്നുണ്ടാവും, സർ ഞങ്ങൾ എല്ലാ ലൈവും കണ്ടല്ലോ സാർ, എന്നിട്ട് എന്താ ഞങ്ങൾക്ക് A+ കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് കണ്ടത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നോട് ചോദിച്ചത്, ഞാനത് തമാശക്കെ എടുത്തിട്ടില്ലെങ്കിൽ പോലും അത് എൻ്റെ ഉള്ളിൽ അത് ഉണ്ടാക്കിയ ഒരു ആഘാതം ഭയങ്കര വലുതാണ്. കാരണം ആ പയ്യനോട് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ വാല്യൂ 20 ആയിരുന്നു. ആ പയ്യൻ എനിക്ക് 3 തവണ മെസ്സേജ് അയച്ച് ചോദിക്കുക, സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ തെറ്റി, ഞങ്ങൾക്ക് 5 വാല്യൂ വന്നത്, സാർ 20 അല്ലേ പറഞ്ഞത്? ആ പയ്യനോട് ഞാൻ എന്താ പറയേണ്ടത്? ആ പയ്യൻ ഉൾപ്പെടുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടങ്ങളോട് ഞാൻ എന്താ പറയേണ്ടത്? അവരെ ഞാൻ എവിടുന്നാണ് കൈ പിടിച്ചുയർത്തേണ്ടത് എന്നുള്ള നല്ല കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, സാർ ലൈവ് കണ്ടതാണല്ലോ ഞങ്ങൾ, എന്നിട്ടും ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചാലുള്ള മറുപടിയാണ്. കാരണം ലൈവ് കണ്ടത് കൊണ്ട് ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ലൈവിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് വർക്കൗട്ട് ചെയ്യണം. ആ ലൈവും കഴിഞ്ഞിട്ട് വീണ്ടും വർക്കൗട്ട് ചെയ്ത് പഠിച്ച് സെറ്റാക്കണം. എനിക്ക് 100% ഉറപ്പിൽ പറയാൻ പറ്റും, ഇന്ന് നിങ്ങൾ എഴുതിയ എക്സാമിലെ പേപ്പറിലെ നമ്മളുടെ ലൈവിൽ അതിന്റെ കൺസെപ്റ്റിൽ ഒരു 95% പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റൂല. കാരണം എന്താണെന്നറിയോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ പറയുന്നു അങ്ങനെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. നേരത്തെ ഈ പയ്യന്റെ കേസ് പറഞ്ഞ പോലെ 20 എന്ന് വാല്യൂ വന്നാൽ മാത്രമേ ഓൻ അറിയൂ, 5 വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ 5 20 അറിയുന്നവന് ക്വസ്റ്റ്യൻ ഒന്ന് തല തിരിഞ്ഞ് ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ഓൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാ ഞാൻ പറഞ്ഞത് 95% കൺസെപ്റ്റും ക്ലിയർ ആക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലത്തെ ലൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന സ്പൂൺ ഫീഡിങ്. ഇന്ന മോനെ ഇത് പഠിച്ചാൽ മതി, ഇത് മാത്രം മതി, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കേണ്ട. അത് ശരിക്കും നമുക്ക് എത്രത്തോളം അപകടമുള്ള കാര്യമാണെന്നറിയോ?
മറിച്ച് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് വ്യക്തമായിട്ട് നമ്മൾ പോയാൽ എത്ര അടിപൊളിയായിട്ട് നമുക്ക് എക്സാമിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിക്കണം. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങേണ്ട ആലോചിച്ച് നോക്കി. കുറച്ച് കഴിഞ്ഞ് ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് SSLC എക്സാം അങ്ങോട്ട് വരും. കണ്ണ് ചുമ്മി തുറക്കുന്നത് മാത്രമേ അറിയൂ. അന്നപ്പോൾ എക്സാം അങ്ങോട്ട് അടുത്തെത്തുമ്പോൾ ഒന്നും നമുക്ക് അറിയാണ്ടിരിക്കുമ്പോഴുള്ള ഒരു സാധനം ഉണ്ട്. അത് എനിക്ക് 10ാം ക്ലാസ്സിലൊന്നുമല്ല, അതിന് ശേഷം ഡിഗ്രി ടൈമിന് പോലും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എക്സാമിന്റെ തൊട്ട് തലേന്നാകുമ്പോൾ ഒരുപാട് പഠിക്കാണ്ട് ഒന്നും അറിയില്ല. ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ കറങ്ങും. അത് എസ്പെഷ്യലി 10ാം ക്ലാസ്സിലാണെങ്കിൽ ജീവിതത്തിലെ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാം എന്നുള്ള സ്ഥിതിക്ക് നമ്മളുടെ പ്രതീക്ഷയിലുപരി പാരൻസിന്റെ പ്രതീക്ഷയും കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ട്. അപ്പോഴേക്കൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആകെ കയ്യിൽ നിന്ന് പോകും. എത്ര നേരത്തെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ പഠിച്ചേ പറ്റൂ. മാത്രമല്ല ഈ എക്സാമിന്റെ തലേന്ന് വന്നിട്ട് മൊത്തം കലക്കി കുടിച്ചങ്ങ് പോവുക എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മാറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ടീച്ചർ ഒരു കൊല്ലം മുഴുവൻ പഠിപ്പിക്കുന്ന സാധനം എക്സാമിന്റെ തലേന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അങ്ങ് പഠിപ്പിച്ച് തരാൻ പറ്റുമോ? നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ച് തീർക്കാനുള്ളതേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു വർഷത്തിലുടനീളം പഠിക്കാനുള്ളത് നമുക്കുണ്ട്. എന്നിട്ടും നമ്മളെ അത് ബാധിക്കാതിരിക്കാൻ കാരണം നമ്മളെ ആവർത്തിച്ച് വരുന്ന എക്സാം പാറ്റേൺ ആയിരുന്നു. ഇന്നതൊക്കെ മാത്രമേ വരൂ എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, മാറി എന്നവർ തെളിയിച്ചു. ഇന്നത്തെ പേപ്പർ കണ്ട് നമുക്കത് ബോധ്യപ്പെട്ടു. സെയിം പാറ്റേണിലല്ല വരുന്നത്, എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. സോ ആവശ്യത്തിന് പഠിക്കാനുണ്ട്. ആവശ്യത്തിൽ ജസ്റ്റ് ഷോർട്ടായിട്ട് മാത്രമേ സമയം നമ്മളെ കയ്യിലുള്ളൂ. എന്ത് വില കൊടുത്തും ഇനിയെങ്കിലും നമുക്ക് തുടങ്ങിയേ പറ്റുള്ളൂ മക്കളെ. സോ ഞാൻ ഒരിക്കലും നിങ്ങൾ എഡ്യൂപോർട്ടിൽ ജോയിൻ ചെയ്യണം അങ്ങനല്ല പറയുന്നത്. നിങ്ങൾ പഠിക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. അങ്ങനെ സ്കൂളിലെ ടീച്ചർ നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ദാറ്റ്സ് ഇനഫ്, ദാറ്റ്സ് വെൽ ഇനഫ്. അവിടെ പോകുന്നു, പഠിക്കുന്നു, ടെക്സ്റ്റ് ഒക്കെ വായിച്ച് ഫുള്ള് ചെയ്യുന്നു, ഒക്കെ റെഡിയാക്കുന്നു, ഒക്കെ ഓക്കെ. ഇനി നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ് പോകാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാം, എഡ്യൂപോർട്ടിൽ ജോയിൻ ചെയ്യാം. എവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും 75% എങ്ങനെ നിങ്ങളുടെ പെർഫോമൻസിന്റെ അല്ലെങ്കിൽ റിസൾട്ടിന്റെ 75% നിങ്ങളുടെ മാത്രം കയ്യിലാണ്. എഡ്യൂപോർട്ടിൽ വന്നതുകൊണ്ട് ആർക്കും ഫുള്ള് കിട്ടൂല. നിങ്ങൾ പല കമന്റ്സും കണ്ടിട്ടുണ്ടാവും, സാർ ഞാൻ എഡ്യൂപോർട്ടിൽ വന്നതുകൊണ്ട് എനിക്ക് ഫുള്ള് കിട്ടി. അല്ല, ആ കുട്ടി മാക്സിമം എഫേർട്ട് ഇട്ടു, അവളുടെ ഫുൾ എഫേർട്ടും അവൾ ഇട്ടു എന്നതുകൊണ്ടാണ് അവർക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്. അല്ലാണ്ട് എഡ്യൂപോർട്ടിന് എന്താണ് വലിയ മാന്ത്രിക സിദ്ധിയൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ എഫേർട്ടാണ്, നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത്. സോ ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനിച്ച് തുടങ്ങണം. അപ്പൊ നമ്മൾ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങാന്നുള്ളത് മാത്രമല്ല, 9ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയിട്ട് അതുവഴി 10ാം ക്ലാസ്സിലും ഫുൾ A+ വാങ്ങണം. 10ാം ക്ലാസ്സിൽ നമുക്ക് ഫുൾ A+ കിട്ടിയേ പറ്റൂ. ഇനി അത് എക്സാം എത്ര ടൈറ്റ് ആക്കിയാലും ശരി, പാറ്റേൺ എങ്ങനെ മാറിയാലും ശരി, എവിടുന്ന് ചോദ്യം ചോദിച്ചാലും ശരി, നമുക്ക് കിട്ടണം. ആ ഒരു ലെവലിൽ ഈ കൊല്ലവും ഉറപ്പായിട്ടും അടുത്ത കൊല്ലവും നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഇപ്പൊ തുടങ്ങണം. കാരണം ഇപ്പൊ എന്താണ് നമ്മുടെ അവസ്ഥ നമുക്ക് നന്നായി അറിയുന്ന ഒരു ടൈം. സോ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഒരു എക്സാമിനും നിങ്ങളെ രോമത്ത് പോലും തൊടാൻ പറ്റൂല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, രോമത്ത് പോലും തൊടാൻ പറ്റൂല. ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ ആക്കിയിരിക്കും. അതാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു ബാച്ച് തുടങ്ങുന്നത്, എഡ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഞാൻ നോക്കാം. ഇവിടെയുള്ള ഓരോ ഫാക്കൽറ്റീസ് നോക്കുന്നതിനെക്കാട്ടിലും അധികം നിങ്ങളെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ഓരോ കാര്യവും നമ്മൾ സെറ്റ് ആക്കിയിരിക്കും. ആൻഡ് ഇതിന്റെ പ്രൈസ് 4299 ആണ്. ശരി, ഈ പൈസ ഒന്നും നിങ്ങൾ തരണ്ട. ഓക്കെ 2999 റുപ്പീസിന് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തോളൂ. ഇത് ശരിക്ക് പിന്നെ ഓഗസ്റ്റ് 26 വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ജോയിൻ ചെയ്യാം. അതിനുശേഷമാണെങ്കിൽ പ്രൈസ് എന്താവും, ആദ്യത്തെ തന്നെ ഔട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ താഴെ ഫോം ഞാൻ കൊടുക്കുന്നുണ്ട്, അതിപ്പോൾ ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ പിന്നെ ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ ഉണ്ടാവില്ല. ആൻഡ് ഇതൊക്കെ പോട്ടെ, ഇത് ഞാൻ ജസ്റ്റ് കുറഞ്ഞ ടൈമേ എടുത്തുള്ളൂ. ഇത് പോട്ടെ, ഇതല്ല നമ്മുടെ വിഷയം. നമ്മളെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊന്ന് കണ്ണ് ചുമ്മി ഇങ്ങനെ ആലോചിച്ചു. ഇപ്പം മാത്സ് എക്സാം കഴിഞ്ഞു, അത്യാവശ്യം ടഫ് ആയിരുന്നു. അത് ഓണം എക്സാം ആയതുകൊണ്ട് കഴിച്ചിലായില്ലേ? ആലോചിച്ചു, കണ്ണ് ചുമ്മി ആലോചിച്ചു. ഈശ്വര, അത് ഓണം എക്സാം അല്ലായിരുന്നെങ്കിലോ, അത് പബ്ലിക് എക്സാം ആയിരുന്നെങ്കിലോ, മെയിൻ ആയിട്ടുള്ള എക്സാം ആയിരുന്നെങ്കിൽ എന്തായാലും സംഭവിക്കുക. ഞാൻ തോറ്റ് തുന്നം പാടിപ്പോയേനു. എന്തോ ഭാഗ്യത്തിന് ഇത് ഓണം എക്സാം ആണ്, ഇനിയും എൻ്റെ ടൈം മുന്നിലുണ്ട് അല്ലേ, ഒരു ലേശം ടൈം മുന്നിലുണ്ട്, ഞാനത് പഠിക്കാനും എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയേനെ. പക്ഷേ കുഴപ്പമില്ല, ഓണം എക്സാം ആയിട്ടേ ഉള്ളൂ. സത്യം, ഓണം എക്സാം ആയിട്ടേ ഉള്ളൂ. ഇനി മുന്നോട്ട് നമ്മൾ ഒന്ന് വൃത്തിക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ദയവ് ചെയ്തിട്ട് നമുക്കത് ചെയ്തേ പറ്റൂ. ഒയപ്പി ഒന്നും നമുക്ക് മുന്നോട്ട് ജീവിച്ച് പോകാൻ പറ്റൂല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെറുത് നമ്മളിങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താ, അതങ്ങ് ട്രാക്കിലായിക്കോളൂ. ഓൾ യു ഹാവ് ടു ഡു ഈസ് ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറാകുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ റെഡി ആയിക്കോളും. സോ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആ തയ്യാറാണെന്നോ അല്ലെന്നോ, എന്താണ് നിങ്ങൾക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നതെന്നോ ഒക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ആ കമൻറ്റിനനുസരിച്ച് നമുക്ക് ബാക്കി വീഡിയോസൊക്കെ ചെയ്യേണ്ടതാണ്. സോ ജസ്റ്റ് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സി യു, ബൈ.